IPL 2025 സീസണിലെ മത്സരങ്ങൾ പൊടിപൊടിക്കുകയാണ്. പ്രിയ താരങ്ങളുടെ കരുത്ത് തെളിയിക്കുന്ന പ്രകടനങ്ങളാണ് ക്രിക്കറ്റ് പ്രേമികൾക്ക് വിരുന്നായിരിക്കുന്നത്. രണ്ടാം ലീഗ് മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് റെക്കോർഡ് സ്കോർ ലഭിച്ചിരിക്കുകയാണ്. ഹൈദരാബാദ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ സ്വന്തം കാണികൾക്ക് മുമ്പിൽ ആദ്യം ബാറ്റ് ചെയ്ത SRH 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 286 റൺസ് നേടിയിരിക്കുകയാണ്. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ടോട്ടലാണിത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റ് ചെയ്ത ഹൈദരാബാദ് തുടക്കത്തിൽ തന്നെ കത്തിക്കയറുകയായിരുന്നു. റൺ ഡൗൺ ആയി എത്തിയ കിഡിലൻ സെഞ്ചുറിയുമായി വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷനാണ് താരമായത്. വെറും 45 പന്തിലാണ് സെഞ്ചുറി കുറിച്ചത്. ഇഷാന്റെ കരിയറിലെ ആദ്യ IPL സെഞ്ചുറിയാണിത്. T20 ഫോർമാറ്റിലെ രണ്ടാമത്തേതും. ഹൈദരാബാദിനായി സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ്. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടോട്ടലിന്റെ റെക്കോർഡ് 1 റൺസിനാണ് ഹൈദരാബാദിന് നഷ്ടമായത്. 2024 ഹൈദരാബാദ് തന്നെ സ്ഥാപിച്ച 3ന് 287 റൺസാണ് ഉയർന്ന ടോട്ടൽ. RCBക്കെതിരെ ബംഗളൂരുവിലായിരുന്നു ഈ പ്രകടനം നടന്നത്. IPLൽ ഇതുവരെയുള്ള 5 ടീം ടോട്ടലിൽ 4ഉം ഇതോടെ ഹൈദരാബാദിന്റെ പേരിലായി. 227, 266 എന്നിവയാണ് ഹൈദരാബാദിന്റെ ഉയർന്ന മറ്റ് സ്കോറുകൾ. T20 ക്രിക്കറ്റ് ചരിത്രത്തിൽ 4 തവണ 250-ലധികം സ്കോർ നേടിയ ഏക ടീമാണ്. ഇന്ത്യ 3 തവണ 250 കടന്നിട്ടുണ്ട്. ഹൈദരാബാദിന്റെ ബാറ്റർമാർ കത്തിക്കയറിയപ്പോൾ റൺ വഴങ്ങുന്നതിൽ RRന് നാണക്കേടിന്റെ റെക്കോർഡ് വഴങ്ങേണ്ടി വന്നു. റോയൽസിന്റെ ജോഫ്ര ആർച്ചർ 4 ഓവറിൽ വിക്കറ്റ് ഒന്നുമില്ലാതെ 76 റൺസ് വഴങ്ങി. അങ്ങനെ IPL ചരിത്രത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ബൗളറായി അദ്ദേഹം മാറി. 2024 ഗുജറാത്ത് ടൈറ്റൻസിന്റെ മോഹിത് ശർമ്മ 73 റൺസ് വഴങ്ങിയതായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ്. IPLൽ ഇനി അടുത്ത മാച്ച് മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടമാണ്. കഴിഞ്ഞ IPLൽ ഏറ്റവും പിന്നിലായി പോയ മുംബൈ ഇന്ത്യൻസ് ഇത്തവണ ഉയർത്തെഴുന്നേൽപ്പിനുള്ള ശ്രമമാണ് നടത്തുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിനെ അവരുടെ തട്ടകത്തിൽ നേരിടുകയെന്നത് മുംബൈക്ക് അത്ര എളുപ്പമല്ല. MS ധോണി ഇത്തവണത്തെ അൺക്യാപ്ഡ് താരമായി CSKയുടെ കൂടെയുണ്ട്. ഹർദിക് പാണ്ഡ്യയ്ക്ക് ക്യാപ്റ്റൻ എന്ന നിലയിൽ കഴിഞ്ഞ വർഷത്തെ ദയനീയ പ്രകടനം മറികടക്കാനുള്ള അവസരം കൂടിയാണിത്. രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ജസ്പ്രീത് ബുംറ തുടങ്ങിയ പ്രമുഖ ഇന്ത്യൻ താരങ്ങൾ മുംബൈയിൽ അണിനിരക്കുന്നുണ്ട്. അതുപോലെ IPL ഉദ്ഘാടന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഉജ്ജ്വല വിജയം സ്വന്തമാക്കിയിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 7 വിക്കറ്റിന് കീഴടക്കി. വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ച വിരാട് കോഹ്ലിയും ഫിൽ സാൾട്ടുമാണ് RCBക്ക് കിഡിലൻ ജയമൊരുക്കിയത്. ഹോം ഗ്രൗണ്ടായ കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റ് ചെയ്ത KKR 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസ് നേടുകയായിരുന്നു. RCB 16.2 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഈ ലക്ഷ്യം മറികടക്കുകയും ചെയ്തു. വിരാട് കോഹ്ലി 36 പന്തിൽ 59 റൺസ് നേടി പുറത്താകാതെ നിന്നു. ഫിൽ സാൾട്ട് 31 പന്തിൽ 56 റൺസ് നേടി. ക്യാപ്റ്റൻ രജത് പട്ടിദാർ 16 പന്തിൽ 34 റൺസും നേടിയിരുന്നു. ബൗളിംഗിൽ കൃണാൽ പാണ്ഡ്യ 3 വിക്കറ്റ് നേടിയതും വിജയത്തിൽ നിർണായകമാവുകയായിരുന്നു.